കാളി എന്നൊരു സ്ത്രീ വേഷമായിരിക്കും അത് അവതരിപ്പിക്കുന്നത് കൂടുതലും പുരുഷന്മാരാണ്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അല്ല, അത് ഓരോ കലാരൂപങ്ങൾക്കും അതിൻ്റെതായ ചിട്ടകളുണ്ട്. ഇതൊന്നല്ല, അമ്പലത്തിലെ ക്ഷേത്ര പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഓരോ ചിട്ടകളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതും പ്രകാരം അത് നിലനിർത്തി പോകും. പിന്നെ ഇപ്പോൾ സ്ത്രീകളെ പുരുഷന്മാരെ വേർതിരിച്ച് പറയാൻ പറ്റാത്തൊരു കാലഘട്ടം സമത്വമാണ്. അപ്പൊ അതിന് വേറെ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും. പക്ഷെ ഒരിക്കലും ഒരു പുരുഷന്റെ ബോഡി പോലെയല്ല സ്ത്രീയുടെ ബോഡി. രണ്ടും വ്യത്യസ്ത ബോഡി ലാംഗ്വേജാണ് രണ്ടുപേർക്കും. ആ ബോഡി പിന്നെ അവരുടെ ശരീരപ്രകൃതിയല്ല നമ്മുടെ ശരീരപ്രകൃതി. അപ്പൊ അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ പലതാണ്. അപ്പൊ അതുകൊണ്ട് പല സമയങ്ങളിൽ സ്ത്രീകൾക്ക് റെസ്റ്റിന്റെ ആവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ റെസ്റ്റിന്റെ ആവശ്യമുള്ള സമയത്ത് ക്ഷേത്രത്തിൽ അകത്ത് പ്രവേശനമില്ല. ഒന്ന് അത് പോട്ടെ. അത് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട തെയ്യക്കോലങ്ങൾ. തെയ്യം ഒരുപാട് പേര് ഇന്നിപ്പോ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് പേര് കാണും. തെയ്യത്തിൽ എത്ര പെണ്ണുങ്ങളുണ്ട് വേഷം കെട്ടാൻ? ആരുമില്ല. പടയണിയിൽ ആരാ സ്ത്രീകളുള്ള? ആരുമില്ല. അത് മുടിയേറ്റം എന്നുള്ള കലാരൂപത്തിന് മാത്രമല്ല, അനുഷ്ഠാന കലകൾക്കും മിക്ക ഇപ്പൊ തെയ്യവും പടയനും വളരെ പോപ്പുലർ ആയ സംഭവമാണ്. അതിനകത്ത് സ്ത്രീകൾ ചെയ്യണില്ല. മുടിയേറ്റ് കാളി കഥാപാത്രം സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ ചെയ്യണമെന്നില്ല.